പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരോടെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ഒരു വെറുപ്പ് കിടന്നിട്ടേ ക്ഷമിക്കാൻ പറ്റുന്നില്ലേ, ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളിൽ കിടപ്പുണ്ടോ? ഞാൻ 3 വചനം പറയാം. ഒരു വചനം: സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1 യോഹന്നാൻ 3:14. 1 യോഹന്നാൻ 4:20 ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്തവൻ കള്ളം പറയുന്നു. 1 യോഹന്നാൻ 4:20. ഹെബ്രായ 12:15 വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. നമുക്കൊരാളോട് വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ നിത്യജീവൻ വസിക്കുന്നില്ല. വെറുപ്പുണ്ടെങ്കിൽ അത് പല അശുദ്ധിയിലേക്ക് നയിക്കും. വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഇത് കേട്ട് കഴിയുമ്പോഴേക്കും നമുക്കൊരു പേടി ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ സത്യമാണ്, ഇത് വചനമാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോഴേക്കും അയ്യോ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നത് വിഷമിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള മാർഗം കണ്ടുപിടിക്കണം. എങ്ങനെ അയാളോട് ക്ഷമിക്കാൻ പറ്റും? ഒരു കാര്യം ഇതാണ്: കുമ്പസാരിക്കുക. ഈ കുമ്പസാരത്തിൽ പറയുക, എനിക്കിങ്ങനെ ഇന്നയാളുടെ വെറുപ്പാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛാ, എനിക്കത് പറ്റുന്നില്ല എന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ അച്ഛൻ നമ്മളെ ബ്ലെസ് ചെയ്യുന്ന സമയത്ത്, അച്ഛന്മാർക്ക് പുരോഹിതർക്ക് ഈശോ കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്: നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിച്ചാലും അപ്പോൾ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിച്ചാലും ബന്ധിക്കപ്പെട്ടിരിക്കും. അച്ഛൻ നമ്മളെ ബ്ലെസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈ വെറുപ്പിനെതിരെയുള്ള ആ ഒരു കൃപാവരം അങ്ങ് പ്രവർത്തിക്കും. ക്ഷമയുടെ കൃപാവരം ഉള്ളിലൊരു അദൃശ്യമായ കൃപാവരത്തെ ദൃശ്യമാക്കുന്നതാണ് കൂദാശകൾ. കുമ്പസാരത്തിൽ കൂടെ ഈ പാപത്തെ എതിർക്കാനുള്ള കുറെ കൃപകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് കുമ്പസാരിക്കുമ്പോൾ പതുക്കെ ആ ഒരു വെറുപ്പിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിശ്വസിക്കണം, എന്നോട് ഈ വ്യക്തി ചെയ്ത തെറ്റ് എന്ത് തെറ്റാണെങ്കിലും, ക്ഷമിക്കാൻ പറ്റാത്ത എന്ത് തെറ്റാണെങ്കിലും ഈ തെറ്റ് ഏറ്റെടുത്ത് ഈശോ കുരിശിൽ മരിച്ചു. തെറ്റേറ്റെടുത്ത് ഈശോ കുരിശിൽ. യേശയ്യ 53 പറയാണ്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഈശോ ഇയാളുടെ തെറ്റേറ്റെടുത്ത് ഈശോ കുരിശിൽ മരിച്ചു. എന്നാ തെറ്റ് അയാൾ നമ്മളോട് ചെയ്തെങ്കിലും അതെല്ലാം ഈശോ ഏറ്റെടുത്തു. ഈശോ കുരിശിൽ മരിച്ചു. ഈശോ കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ അയാൾ ഫ്രീ ആയി. അയാളുടെ പാപം ഫ്രീ ആയി. അയാളെ ഫ്രീ ആക്കി, എന്നെ ഫ്രീ ആക്കി, അയാളെ ഫ്രീ ആക്കി. എനിക്കിപ്പോൾ അയാളോട് ക്ഷമിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളില്ലെങ്കിലും ഈശോയുടെ നാമത്തിൽ എനിക്ക് ക്ഷമിക്കാം. ഈശോയുടെ നാമത്തിൽ ഈശോയെ അങ്ങ് അയാളുടെ തെറ്റേറ്റെടുത്ത് ഈശോ അങ്ങ് കുരിശിൽ മരിച്ചു, ഈശോയുടെ നാമത്തിൽ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. ഈ ഒരു പ്രാർത്ഥന ഉള്ളിൽ അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക. ഈ മനുഷ്യനോട് ക്ഷമിക്കാൻ വേണ്ടി മാക്സിമം ആഗ്രഹിക്കുക. മാക്സിമം ഒരുങ്ങി പോയി കുമ്പസാരിക്കുക. ഉറപ്പായിട്ടും ഈ കുമ്പസാരത്തിൽ കൂടെ കർത്താവ് നമ്മളെ ഹീൽ ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഇത് റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈശോയുടെ രക്തത്തിന്റെ അഭിഷേകം പ്രാർത്ഥിക്കുക. പതുക്കെ കർത്താവ് നമ്മളെ ഹീൽ ചെയ്യും. കാരണം നമ്മുടെ ആത്മാവിനെ നമുക്ക് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കണം, വളരെ ശുദ്ധമായിട്ട്.